അല്ല മോനെ, ഇതെന്ത് കോല? നീ ഇത് എവിടുന്ന ഈ വരുന്നത്? അജുവിനെ കണ്ടപാടെ ഉമ്മച്ചി ഒന്ന് പേടിച്ചു പോലെ അവനെ നോക്കി ചോദിച്ചു. അപ്പോഴാണ് അവന്റെ ഇത്ത വായും മുതൽ ചിരിച്ചുകൊണ്ട് അടുത്തേക്ക് വന്നത്. ഇതെന്താ, വല്ല ഹോളിയുണ്ടോ അജു? ആ ഉണ്ടായിരുന്നു, ബസ്സിലാണെന്ന് മാത്രം. അതും ഒരു കുട്ടിദേവങ്ങിന്റെ ഭാഗം. അവൾക്ക് ഞാൻ പേടിച്ചിട്ടുണ്ടേ. അവളെ കണ്ടുമുട്ടി അന്ന് തൊട്ടുള്ള എല്ലാ കഥകളും ഞാൻ ഇത്തയോട് പറഞ്ഞു. ഇത്തത് കേട്ടപാടൊന്ന് കുലുക്കി ചിരിച്ചു. കുലുങ്ങിയില്ല ചിരി കണ്ട് ഞാൻ ഇത്തിയത് തുറച്ചു നോക്കി. ഇങ്ങനെ ചിരിക്കല്ലേ, ഇത് 8ാം മാസാ, ഇപ്പൊ തന്നെ പാവങ്ങ് പോരേ. വയറ്റിൽ നോക്കി ഞാൻ പറഞ്ഞതും ഇത്ത എഴുന്നേറ്റ് എന്നെ നോക്കി പേടിപ്പിച്ചു. അല്ല ജു, ആ പെണ്ണിന്റെ പേരെന്താ? ആ ആർക്കറിയാം, എന്തേലും വൃത്തിയിട്ട പേരാവും, സ്വഭാവം പോലെ. എന്തായാലും നീ അതൊന്ന് അറിഞ്ഞു വെക്കുന്നത് നല്ലതാ. നിനക്ക് ഏതായാലും പെണ്ണ് നോക്കുന്ന സ്ഥിതിക്ക് അത് തന്നെ ആയിരുന്ന എന്റെ ആലോചന. വേണ്ട, എങ്കിൽ എന്റെ ജീവിതം തുലഞ്ഞു തന്നെ. അത് പറഞ്ഞ് ഞാൻ മെല്ലെ അകത്തേക്ക് കയറി. അല്ലെങ്കിൽ പിടിച്ച് കെട്ടിച്ചാലോ? ഉമ്മച്ചിയും ഉപ്പച്ചിയും പിന്നെ എന്റെ കാക്കും ഞാനും മാത്രമാണ് ഈ കൊച്ചു വീട്ടിലുള്ളത്. ഉപ്പച്ചി കട നടത്തുന്നു, കാക്കു മദ്രസയിൽ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ചെയ്യുന്നു. പേര് അഫ്സലൻ അപ്പു. ആളെ വൈഫാണ് നമ്മുടെ ഇത്ത. 3 വയസ്സുള്ള മകളുണ്ട്. 2ാമത്തെ അതിഥി വരാറായി. അജ് ഫ്രഷായി പുറത്തേക്ക് വന്ന് അനുമോളം നോക്കി ഇറങ്ങുമ്പോഴാണ് അവന്റെ ഉപ്പച്ചി കയറി വന്നത്. ഏതാടാ നീ ഇന്ന് ബസ്സിൽ വെച്ച് തല്ലുകൂടിയ ആ പെണ്ണ്? അപ്പോഴേക്കും ന്യൂസ് എത്തിയോ? അജു എന്ത് പറയുന്ന അറിയാതെ നിന്നു. അത് പിന്നെ പ്രത്യേകം പറയണോ പാപ്പ, എന്നും പണി കൊടുക്കുന്ന ആ പെണ്ണ് തന്നെയാ. ഇത്ത എന്നെ നോക്കി വിളിച്ചുകൊണ്ട് പറഞ്ഞതും ഞാൻ നൈസായിട്ടൊന്ന് ചിരിച്ചു. ആനോ അജു? നമ്മളെ കുഞ്ഞനുകുട്ടി അതും ചോദിച്ച് വന്നതും ഞാൻ അവളുടെ അടുത്ത് മടിയിലിരുത്തി. എന്ത് ചെയ്യാനാ മോളെ, നിന്റെ അത്രയും വിവരമില്ല അതിനെ. പക്ഷേങ്കിലേ എൻ്റെ അഭിപ്രായത്തിൽ അവൾക്ക് നല്ല വിവരമുണ്ട്. നിന്റെ കയ്യിൽ വെച്ച് നോക്കുമ്പോൾ അവൾ തന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഓ, നമ്മക്കിട്ട് താങ്ങാണല്ലേ. ഞാൻ അനുമോളെ നോക്കി കണ്ണിറക്കി കാണിച്ചു. എൻ്റെ അച്ഛൻ പാവാ, അപ്പൊ എന്നെ ചീത്ത. എന്റെ കൂടെ നിൽക്കാനെങ്കിൽ ആരെങ്കിലും വേണ്ടേ? എന്റെ കൂട്ടായവള് അതോടെ എല്ലാ കാര്യത്തിനും സ്വന്തം പാപ്പയെ പോലും തള്ളിപ്പറഞ്ഞ് എന്റെ കൂടെ നിൽക്കും. നിന്നോട് എത്ര തവണ പറഞ്ഞത് അവന്റെ അടുത്ത് ചെല്ലാൻ? നിനക്ക് ഇവിടെയല്ലേ പറ്റൂ. എനിക്ക് വയ്യ അവിടേക്ക് പോയി നിൽക്കാൻ. നിങ്ങളെയൊക്കെ കാണാതെ അവിടെ ഒരു ദിവസം പോലും എനിക്ക് നിൽക്കാൻ പറ്റില്ല. അവൻ കഴിവ് മതിയൊക്കെ എണീറ്റ് മുറിയിലേക്ക് വന്നു. എന്തിനാ ബാബ അവനോട് അങ്ങനെയൊക്കെ പറഞ്ഞത്? ബാബക്ക് അറിയാലോ അവൻ ഇവിടെ നിന്ന് മാറി നിൽക്കാനാവില്ലെന്ന്. ഇത്ത പറയുന്നത് കേട്ട് ഞാനൊന്ന് ചിരിച്ചു. എത്ര പണം തരാന്ന് പറഞ്ഞാലും എനിക്ക് ഇവരൊന്നും വിട്ടു പോകാൻ പറ്റില്ലെന്നേ. ഓരോ എക്സാം തീരുന്തോറും സമാധാനമായി നീക്ക്. എങ്ങനെയൊക്കെയോ അങ്ങനെ ലാസ്റ്റ് എക്സാം എത്തി. എല്ലാവരും ക്ലാസ്സിൽ ഒത്തുചേർന്നു. കണ്ണുനീർ പുഴ ഒഴുക്കി വിടുകയാണ്. ഞാനുണ്ട്. ഇനി ഈ കൂതിരയൊക്കെ എങ്ങനെ വിളിച്ച് കാണും? വീട്ടിലെത്തിയ വീഡിയോ കോൾ ചെയ്യാം. എന്നാലും ഇവരുടെ കൂടെ കച്ചറ കൂടാത്ത ദിവസം ഓർക്കാൻ വയ്യ. കരച്ചിലൊക്കെ കഴിഞ്ഞ് പാരവെപ്പും കഴിഞ്ഞ് നേരം വൈകിയാണ് നമ്മൾ വീട്ടിലേക്ക് വന്നത്. എനിക്ക് കയറാനുള്ള ബസ് കണ്ടതും ഞാൻ ഞെട്ടിപ്പോയി. അവൻ ആവരുത് പഠിച്ചോനെ, ആയത്തിന് എല്ലാം മറന്നു പോയിട്ടുണ്ടാവണേ. സീറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ രണ്ടും നിന്നു. അവൻ തന്നെയാണെന്ന് അറിയാനുള്ള ത്വര കൊണ്ട് ഞാനൊന്ന് തിരിഞ്ഞു നോക്കി. ആളത് തന്നെ, എന്നുകൂടിയല്ലേ ഉള്ളൂ, സഹിച്ചേക്കാം. ഞാൻ പുറത്തേക്ക് കണ്ടുന്നിട്ട് നിന്നു. അപ്പോഴാണ് എൻ്റെ സൈഡ് സീറ്റിലുള്ള മാലാകുട്ടികളെ കണ്ടത്. അമ്മയും മകളാണെന്ന് തോന്നുന്നു. 2 യാതൊരു വ്യത്യാസമില്ലാത്ത 2 ഇരട്ടക്കുട്ടികൾ. നമ്മളവരെ മാറി മാറി നോക്കി. 2നെയും തിരിച്ചറിയാൻ വല്ല വകുപ്പുണ്ടോന്ന്. അങ്ങനെ ഒന്നും കാണാത്തതുകൊണ്ട് ഞാൻ ക്ഷമയെ തോണ്ടി. ഡീ അത് കണ്ടോ? കണ്ടിട്ട് കൊതിയാവുന്നു. ഒരു ഉമ്മ വെക്കാൻ തരുമോ എന്ന് ചോദിച്ചാലോ? എങ്കിലേ നേരെ ജയിലിൽ പോകാം. ഷെമി പറയുന്നത് കേട്ട് ഞാൻ വീണ്ടും അവർ നോക്കി. കണ്ടാൽ തന്നെ കണ്ണെടുക്കാൻ തോന്നുന്നില്ല. ഡി നീ ഒന്ന് നോക്കിക്ക്, അവർക്ക് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോന്ന്. കുട്ടികൾ ഉണ്ടാകുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ടിങ്സ് ഉണ്ടാവണം. ഹോ, എൻ്റെ ഉമ്മച്ചിക്ക് എന്നെ പോലെ ഒന്നിനെ പ്രസവിക്കാൻ തോന്നിയില്ലല്ലോ. ആര് കണ്ടാലും തിരിച്ചറിയാൻ പറ്റാത്ത ഒന്ന്. ഞാൻ എൻ്റെ ഭാവനയിൽ നെയ്തി പറഞ്ഞതും ഷെമി എന്നൊന്ന് തുറിച്ചു നോക്കി. നിന്നെ തന്നെ സഹിക്കാൻ പറ്റുന്നില്ല, അപ്പോഴാ നിന്നെ പോലെ മാറ്റൊന്ന്. അങ്ങനെയൊന്നും ഉണ്ടെങ്കിലേ ഇപ്പൊ എൻ്റെ ഇടം വരെ നിങ്ങളാവില്ലേ? ഓർക്കുമ്പോ തന്നെ പേടി തോന്നുക. ഷെമി നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞതും ഞാൻ അവളെ നോക്കി പേടിപ്പിച്ചു. വീണ്ടും അവരെ തന്നെ നോക്കി. സോപ്പിട്ട് എടുക്കാൻ തരുമെന്ന് നോക്കാനാ. ഞാൻ ബാഗിൽ കേട്ട് 2 ചോക്ലേറ്റ് എടുത്ത് അവറ്റകൾക്ക് നേരെ നീട്ടി. അപ്പൊ തന്നെ അമ്മയും മോളും തുറിച്ചിരുന്ന് നോട്ടാ എന്നെ. അവരത് കഴിക്കാനായില്ല. നമ്മൾ സസ്യായി തിരിഞ്ഞതും ഷെമി ഇത് പൊട്ടിച്ചിരിച്ചു. വേണ്ടായിരുന്നു, അല്ലേലും നമുക്കൊന്നിനും എങ്ങനെ എടുക്കാനുള്ള യോഗമൊന്നും ഇല്ലെന്നാ തോന്നി. നീ നോക്കിക്കോ, എന്റെ കല്യാണം കഴിഞ്ഞാലേ ഇതുപോലൊരു വ്യത്യാസമില്ലാത്ത 2നെയും ഞാൻ പ്രസവിക്കും. സെയിം ഡ്രസ്സ്, സെയിം ഹെയർ സ്റ്റൈല്, സെയിം ചപ്പല്, സെയിം എന്തേലും ആവട്ടെ. ആ ടിൻസുമായിട്ടേ ഞാനൊരു വിലസ്. ഓർക്കുമ്പോ തന്നെ എന്തൊരു കുളിര്. ആദ്യം നിന്നെ കെട്ടിക്കാൻ പറ്റിയൊരു ചെക്കനെ കിട്ടുമോ നോക്ക്, എന്നിട്ട് പോരെ ടിൻസ്. ഓ, ഇവിടെ എൻ്റെ ആത്മവിശ്വാസം കളയുന്ന തോന്നേ. ഞാൻ പറഞ്ഞത് ചെയ്തില്ലേ, നീ എൻ്റെ പേര് നിന്റെ പൂച്ചയ്ക്കിട്ടോ? പോടി, ഞാൻ എൻ്റെ പൂച്ചയ്ക്ക് നല്ല അടാറ് പേരിട്ടു.
പാത്തുന്ന ഇനി അത് മാറ്റി നീയാന്നൊക്കെ ഇട്ടാൽ ശരിയാവില്ല. അല്ലെങ്കിൽ തന്നെ അത് മ്യാവെന്ന് കരയുന്ന കേൾക്കുമ്പോൾ തന്നെ നിന്നെ വിളിക്കും പോലെ എനിക്ക് തോന്നുന്നേ. അതുകൂടെ കേട്ടതും ഞാനാകെ കിളി പോയ പോലെ നിന്നു. ഇവൾക്കൊന്നും തന്നെ തീരെ വിലയില്ലേ? എനിക്ക് ടിങ്സിനെ തരണേ പഠിച്ചോനെ. തരുമായിരിക്കും അല്ലേ? പക്ഷേ എങ്കിലേ അതിനെ ഞാൻ നിനക്ക് കാണിച്ചു തരില്ല. ആ കാണുന്ന പോലെ രണ്ടെണ്ണത്തിനെ മതിയേ. മതി അതുങ്ങളെ കണ്ണ് വെച്ചത്. പഠിച്ചോനെ അതുങ്ങൾക്കൊരു ആപത്തും വരുത്തല്ലേ. ഷെമി അവളെ നോക്കി പ്രാർത്ഥിച്ചതും അവളൊക്കെ പൂജിച്ച് അവൾക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിച്ചു. അല്ല നീ നിന്നെ പെണ്ണ് കാണാൻ വരുന്നവരോട് അതിനെ നിനക്ക് ടിൻസ് വേണമെന്ന് പറയോ? അല്ലാതെ പിന്നെ എപ്പോൾ പറയും മന്ദബുദ്ധി? 10ാം മാസം ഹോസ്പിറ്റലിൽ പോകുമ്പോഴാണ് പറയേണ്ടത്. എനിക്ക് കിട്ടിയത് തന്നെ. ഇവള് നമ്മളെ തളർത്തി പ്രതീക്ഷയൊക്കെ കളഞ്ഞു കുളിക്കുന്ന തോന്നി. നീ ഒന്നുമില്ല, എൻ്റെ കൂടെ 5 വർഷം സ്കൂളിൽ വന്നതല്ലേ. എനിക്ക് ടിൻസ് ഉണ്ടാവാൻ നീയും പ്രാർത്ഥിക്കണം കേട്ടോ. പറഞ്ഞ് നാവ് വായിലേക്ക് ഇട്ടില്ല. ഷെമിക്ക് പകരം എൻ്റെ മുന്നിൽ നിൽക്കുന്ന ലെവനെ കണ്ട് ഞാനും ഞെട്ടി. നിന്റെ കയ്യിലിരിപ്പിനെ 2 അല്ല ഒരു 4 വേണം. എന്നിട്ട് ആ പാറ്റകളിൽ നിന്ന് ഇട്ട് കൂത്തുപാടടുപ്പിക്കണം. അതൊന്ന് കണ്ണു നിറച്ച് കണ്ടാൽ മതി. ഞാൻ നല്ലോണം പ്രാർത്ഥിക്കാം. അവൻ വിളിച്ചുകൊണ്ട് പറഞ്ഞതും പടച്ചോനെ 2 പകരം 4 ഭാവനയിൽ കണ്ടു നിന്നതും എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. ഇനി അവൻ ശരിക്കും പ്രാർത്ഥിക്കുമോ? എനിക്ക് 2 മതി. ബാക്കി 2 നിനക്ക് കിട്ടാൻ ഞാൻ പ്രാർത്ഥിക്കാം. ആ പറ്റകൾ നിന്നെ മൂക്കുകൊണ്ട് ക്ഷ അമ്മ അക്ക ഒക്കെ എഴുതിപ്പിക്കുന്നത് കാണാൻ എനിക്ക് കഴിഞ്ഞാൽ മതി. എന്നിട്ട് വേണം എനിക്ക് ചിരിച്ച് മരിക്കാൻ. ഞാനവനെ പൂജിച്ചുകൊണ്ട് പറഞ്ഞതും അവനും അത് ഭാവനയിൽ കണ്ട് എന്നെ തുറിച്ചു നോക്കി. ടിക്കറ്റ് തന്നെ പോവാൻ നിന്നതും ഞാനാകെ കൺഫ്യൂഷനായി നിന്നു. അല്ല, ഇയാളെന്ന് എന്നോട് പ്രതികാരം ചെയ്യാത്തേ? പ്രതികാരം ചെയ്യാൻ നിന്നാലേ അത് നിനക്ക് താങ്ങാൻ പറ്റില്ല. പൊടിപ്പാട്ടി എന്നും വിളിച്ച് ലെവൻ പോയതും പട്ടി നിന്റെ തന്താന്ന് വിളിക്കാൻ തുറന്നതും നമ്മളെ പുന്നാര ബാപ്പിച്ച് ദേരിക്കുന്ന ബസ്സിൽ ഞാൻ പിന്നെ എല്ലാം പറഞ്ഞ് കണ്ണും പിടിച്ച് ബാപ്പിച്ച് തന്നെ നോക്കി നിന്നു. എന്താ ചിരി! എനിക്ക് ആ ചിരി ഒന്നും കിട്ടിയില്ലല്ലോ പഠിച്ചോനെ. എടി ഇനി എപ്പോഴാ തമ്മിൽ കാണുക? എന്നെ നോക്കി ഷെമി അങ്ങനെ പറഞ്ഞപ്പോഴാണ് ഞാൻ ബാപ്പിച്ചിൽ നിന്ന് കണ്ടെടുത്തത്. നീ പേടിക്കണ്ട, ഞാൻ നിന്റെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് വന്നോളാം. അയ്യോ വേണ്ടായേ, നീ വീട്ടിൽ വന്നാൽ ശരിയാവില്ല. അല്ലെങ്കിൽ ഞാൻ വരുന്നില്ല. ഒരിക്കലും ഇവര് വീട്ടിൽ പോയതാ, അന്ന് തന്നെ നിർത്തി. വീട് മൊത്തം കാണാൻ കയറിയപ്പോടാ ഒരു മുറിയിൽ വീട് വരച്ച് വെച്ചിട്ട് കണ്ടത്. അത് നോക്കിയിട്ടാണെങ്കിൽ ബാത്റൂം ഏതാ ബെഡ്റൂം ഏതാന്ന് മനസ്സിലാവാത്തത് കൊണ്ട് നമ്മളതെല്ലാം ശരിയാക്കി വെച്ചു. ഇവിടെ പരട്ടൊക്കെ ആക്കുമെന്ന് ജ്യൂസ് കുടിക്കുന്ന എന്നെ അടിച്ചന്ന് ഓടിച്ചതാ ആ വീട്ടിൽ നിന്ന്. അങ്ങനെ കെട്ടിയോട് കൊടുത്താ ഞാൻ അതിനെ കൊല്ലാതെ വിട്ടത്. അങ്ങനെയല്ല, അവന്റെ കെട്ടിയോട് വന്ന് പിടിച്ചു വെച്ചതുകൊണ്ട് എന്നെ കൊല്ലാതെ വിട്ടു മൂപ്പര് വലിയ എഞ്ചിനീയറാണ് അത്ര. എന്നാ പിന്നെ ഞാൻ പോണു. എന്നെ കാണാൻ തോന്നുമ്പോ വീട്ടിൽ വന്നാൽ മതി. നിനക്ക് കാക്കില്ല. ഇറങ്ങുമ്പോ എന്തോ ഒരു കട ഓർമ്മ വന്നു. നീ എന്നെ പട്ടിന്ന് വിളിക്കും അല്ലേ? ഞാനല്ല, നീയാ പട്ടി, രാജ്യമരെ പട്ടി എന്നും വിളിച്ച് ചാടിത്തുള്ളി ഇറങ്ങി. ലെവൻ കാലിപ്പിൽ വന്നത് ബസ് വിട്ടു. ഭാഗ്യം. നെഞ്ചിൽ കൈവച്ച് ഞാൻ നടക്കുമ്പോഴാണ് ഇങ്ങനൊരു സാധനം ഉണ്ടായതെന്ന് ഓർമ്മ വന്നത്. എന്റെ സ്വന്തം ബാപ്പച്ചി വിളിച്ചതൊക്കെ കേട്ട് കാണും. ഞാനൊരു വളിച്ച് ഇളിയിളിച്ച് ബാപ്പച്ചിന്റെ അടുത്തേക്ക് നടന്നു. എന്താ ബാപ്പച്ചി നിങ്ങൾ ഈ ബസ്സിൽ? അതുകൊണ്ട് എൻ്റെ മോളുടെ താനിക്കോണം കാണാനും കേൾക്കാനും പറ്റി. അത് പിന്നെ ഞാനല്ല, അയാളാ ആദ്യം എന്നെ പട്ടീന്ന് വിളിച്ചത്. എന്ന് കരുതി നീയും വിളിക്കണോ? നാളെ വല്ലവനും വന്ന് പെണ്ണ് കെട്ടാൻ അന്വേഷിക്കുമ്പോ ആദ്യം നിന്റെ സ്വഭാവവും ഇവർ പറഞ്ഞു കൊടുക്കുക. എന്റെ എല്ലാ സ്വപ്നവും വെള്ളത്തിലാവോ പഠിച്ചോനെ. അതോർത്ത് ബാപ്പച്ചി പേടിക്കണ്ട. എന്നെ കെട്ടാൻ പോകുന്ന ആള് ആ ഉണക്ക ബസ്സിലാണ് ഉള്ളത്. കക്ഷി ഇപ്പൊ പെൻസിലാവും. ആരടി അത്? ബാപ്പച്ചി എന്നെ നോക്കി കലിപ്പിലായി. ആര്? ബാപ്പച്ചി ഞാനൊരു ഉപമ പറഞ്ഞതല്ലേ. ആണോ? ഞാനങ്ങ് പേടിച്ച് നീ വല്ലവനുമായി പ്രേമായോന്ന്. ബാപ്പച്ചി നിങ്ങൾക്ക് അറിയോ, എന്നോട് പ്രേമാണെന്ന് ഇതുവരെ ഒരാളും പറഞ്ഞിട്ടില്ല. ക്ലാസ്സിൽ പഠിക്കുന്ന ഒത്തും പറഞ്ഞു. പക്ഷെ അവനെ കാണാൻ ഉണക്കമീൻ്റെ ലുക്കായോണ്ട് ഞാൻ വിട്ടു. എന്നാലും എന്നെ കാണാൻ നല്ല ചന്തൊക്കെ ഉണ്ടായിട്ടും എന്താ ബാപ്പച്ചി ആരും ഇഷ്ടമാണെന്ന് പറഞ്ഞ് വരാത്തെ? എനിക്ക് നല്ല വിഷം കണ്ടിട്ടോ. അത് ഞാനിപ്പോൾ കണ്ടല്ലോ. അതല്ലേ നിന്റെ സ്വഭാവം, അതാവും. അതുകൊണ്ട് എൻ്റെ പകുതി ടെൻഷൻ കുറഞ്ഞു. അപ്പൊ ഈ ബാക്കി പകുതി എന്താ? അത് പറ്റിയ ചെക്കനെ കിട്ടണ്ടേ? കിട്ടും ബാപ്പച്ചി, നിങ്ങൾ നന്നായി ശ്രമിക്ക്. കെട്ട് കഴിഞ്ഞ് വേണം ടീൻസിനുണ്ടാക്കാൻ. എന്റെ മോളെ വാന്ന് അടച്ചു വന്നേ. നിനക്കില്ലാത്ത സ്വപ്നങ്ങളില്ലല്ലോ. എല്ലാം കൂടി എന്റെ തലയിലാണല്ലോ പഠിച്ചോനെ. അതിന് മാത്രം ഞാൻ എന്ത് തെറ്റാ എന്റെ പഠിച്ചോനെ ചെയ്തേ? ബാപ്പച്ചി കൈകൂപ്പി കാണിച്ച് എനിക്ക് മുന്നിലായി നടന്ന് ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറി. ഞാൻ പിന്നാലെ തന്നെ നടന്ന് അതെങ്ങനെ ബാപ്പച്ചിയുടെ തലയിലാവുന്നൊക്കെ ചിന്തിച്ചു കൂട്ടി. എടി നീ അറിഞ്ഞോ നിന്റെ മോൾക്ക് ടീൻസ് വേണമെന്ന്? എന്നെ നാറ്റിക്കും ഈ ബാപ്പച്ചി. ബാപ്പച്ചി അകത്ത് കയറുമ്പോ തന്നെ വിളിച്ചു പോയി. ചട്ടുകായ ഉമ്മച്ചി വന്നത് എന്നെ തല്ലാണാവോ? എന്തിനാടി നിനക്ക് 2 എണ്ണം? അതെനിക്കെന്നല്ല, ഇങ്ങക്ക് എന്നെ പോലെ ഒന്നുകൂടി നോക്കായെന്നാ ഞാൻ പറഞ്ഞത്. അത് ബാപ്പച്ചി എനിക്കാക്കിയെന്നാ.
എനിക്കും അങ്ങനെയുള്ള ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു മോളെ. നിന്നെ കിട്ടിയപ്പോൾ തന്നെ ഞാൻ ആഗ്രഹം കളഞ്ഞു. ഒരു 3 കിട്ടിയ അവസ്ഥയായിരുന്നു നിന്നെ കിട്ടിയപ്പോൾ തന്നെ. ഏതായാലും നിനക്ക് കിട്ടാൻ ഞാൻ പ്രാർത്ഥിക്കാട്ടോ. ഞങ്ങളുടെ ചാൻസ് കഴിഞ്ഞു. ഉമ്മച്ചി പ്രാർത്ഥിച്ച എളുപ്പം പടച്ചൊന്ന് ഉത്തരം തരും. എന്റെ സ്വപ്നം നടക്കുവോ? എടി, നിന്റെ മോള് ഇപ്പൊ തന്നെ ഒരുത്തന്നെ പരസ്യമായിട്ട് പട്ടിന്ന് വിളിച്ചിട്ടാ ഈ വന്ന് നിൽക്കുന്നേ. ആദ്യം പിന്നെ അവൻ എന്നെ വിളിച്ചോണ്ടല്ലേ. നീ എന്തിനാ അവനെ കയറി കടിച്ചത്? അതുകൊണ്ട് അവൻ പട്ടിന്ന് വിളിച്ചത്. ഓ, അല്ലെങ്കിൽ ഈ ബാപ്പച്ചി എന്നെ തോൽപ്പിച്ച് കളയും വഴക്ക് കൂടെ നിന്ന. മിക്കവാറും ഞാനാവും ബാപ്പച്ചിക്ക് കടിക്കാൻ പോകുന്നത്. അതും പറഞ്ഞ് ബാപ്പച്ചിയെ പുറ്റിച്ച് സ്റ്റെയർ കയറുമ്പോഴാണ് എനിക്ക് മറ്റൊന്നും ഓർമ്മ വന്നത്. അല്ല ബാപ്പച്ചി, നിങ്ങൾ ആ പഴയ സഭ എവിടെ? എന്തിനാടി നിനക്കിപ്പോ അത്? എക്സാം കഴിഞ്ഞു, എനിക്കൊന്ന് ആഘോഷിക്കാൻ. അതും പറഞ്ഞ് ഞാൻ നാട് മുഴുവൻ കേൾക്കുന്ന രീതിയിൽ പാട്ടും വെച്ച് ഡാൻസ് കളിക്കാൻ തുടങ്ങി. ഹോ, എന്തൊരാശ്വാസം.